പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കാരാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപം മൂലം അകന്നുപോയി ഞങ്ങൾ അനുതപിക്കുന്ന ഹൃദയത്തോടെ പിതാവായി അങ്ങേ സമീപിക്കുന്നു. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നിന്റെ വിശുദ്ധന്മാർ നിതരാം നിന്നെ വണങ്ങുന്നു. നിൻ രാജ്യത്തിൻ മഹിമയവർ വർണ്ണിച്ചിടും വിനയമോടെ. വീഴുന്നവരെ കനിവോടെ നാഥൻ താങ്ങി നിർത്തുന്നു. നിപതിച്ചവരെ സകലരെയും സദയം താങ്ങി നിർത്തുന്നു. കണ്ണുകളെല്ലാം കർത്താവേ നിന്നെ തന്നെ തേടുന്നു. എന്തെന്നാൽ നീ ആഹാരം ചിതമാം സമയത്തേകുന്നു. ഉള്ളു തുറന്നു വിളിക്കുമ്പോൾ നാഥനടുത്തുണ്ടതു കേൾക്കാൻ. തന്നെ ഭയത്തോടെ സേവിക്കും മരരുടെ ഇഷ്ടമവൻ ചെയ്യും. അവരുടെ യാചന കേൾക്കുമവൻ, രക്ഷയവർക്കവനേകിടും. ഭക്തജനങ്ങളെ അഖിലേശൻ സദയം കാത്തരുളിയിടുന്നു. ആത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ. ഞങ്ങളുടെ കർത്താവ്
നൽകിയിട്ടുള്ളതുമെന്നാൽ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിലെ നാഥം സൃഷ്ടാവുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥവിനയങ്ങളെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും ഉത്തരമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തമിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സ്നേഹനായ പരിപാലകൻ സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. അബ്രാഹത്തിന്റെ മക്കളെല്ലാം സന്തതികളല്ല, ഇസ്ഹാക്ക് വഴി നിന്റെ
പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. യഹൂദരുടെ ഒരു തിരുനാളിന് ഈശോ ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സയിദ എന്ന് വിളിക്കപ്പെടുന്ന 5 മണ്ഡപമുള്ള ഒരു കുളമുണ്ടായിരുന്നു. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു. അവൻ ഏറെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് ഈശോ അവനോട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളക്കുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ആ മനുഷ്യൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിശ്ചിത്തമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അവർ അവനോട് ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ ഈശോ മറഞ്ഞു കഴിഞ്ഞിരുന്നു. പിന്നീട് ഈശോ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടെത്തിയപ്പോൾ പറഞ്ഞു, ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി ഈശോയാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. ഈശോയിൽ എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നോമ്പിന്റെ മധ്യഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുമ്പോൾ ഞാൻ എവിടെ ഏതവസ്ഥയിൽ കിടക്കുന്നു എന്ന് ചിന്തിക്കണമെന്നാണ് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 38 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി. അവന്റെ ശരീരം തളർന്നിട്ടുണ്ട്, മനസ്സും ആകപ്പാടെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയായി. എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന നിമിഷം അതോടൊപ്പം തന്നെ അവന് സൗഖ്യം നൽകിയതിനു ശേഷം ഈശോ അവനോട് പറയുകയാണ്, ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ നീ പാപം ചെയ്യരുത്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ത്രിവിധ മേഖലകളിൽ ഈശോ സൗഖ്യം നൽകുന്ന രംഗമാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെ പറഞ്ഞു വച്ചിരിക്കുന്നത്. സൗഖ്യദായകനെ ഈ തളർന്നു കിടക്കുന്നവൻ കണ്ടെത്തിയെന്നല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് സൗഖ്യദായകൻ തളർന്നു കിടക്കുന്ന ഇവനെ കണ്ടു, തിരിച്ചറിഞ്ഞു അവന്റെ പ്രയാസം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈശോന്റെ അടുത്ത് ചോദിക്കുക, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? 38 വർഷമായിട്ട് ഒന്ന് രോഗശാന്തി കിട്ടാൻ കാത്തു കിടക്കുക. കാരണം അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ആദ്യം വെള്ളം ഇളക്കുന്നവൻ ആദ്യം ഇറങ്ങുന്ന ഏത് വ്യക്തിയാണ് ദിവസവും പ്രാപിച്ച് പൊക്കോണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എത്രമാത്രം ആഗ്രഹത്തോടെയാണ് അവൻ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈശോ അവനോട് പറയുക, എന്നെ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, മനസ്സ് മടുത്ത് കിടക്കുന്ന അവസ്ഥ. ഈശോ പറഞ്ഞു, നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു.
തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് വീട്ടിലേക്ക് പോയി എന്നാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ വരുമ്പോൾ മൂന്നാമത്തെ മേഖലകളെക്കുറിച്ച് ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. ദൈവാലയത്തിൽ വെച്ച് ഈശോ അവനെ കണ്ടുമുട്ടി. അപ്പോൾ അവരോട് പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ആത്മാവിന്റെ മാലിന്യമാകുന്ന പാപക്കറകളെ കഴുകി അകറ്റാം. മനസ്സ് മടുത്തുപോയ അവസ്ഥകളുണ്ടെങ്കിൽ ആ മനസ്സിന്റെ അവസ്ഥകളെ ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കാം. അതോടൊപ്പം രോഗത്തിന്റെ അവസ്ഥകളെയും പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒന്ന്, ഞാൻ എന്നെ തന്നെ അറിയുക. ഇതെല്ലാം അറിഞ്ഞെന്നെ സഹായിക്കാനും ശക്തിപ്പെടുത്താനും കഴിവുള്ളവനായ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം വിട്ടുകൊടുക്കുക, ഇറക്കി വയ്ക്കുക. അതിനുള്ള സന്മനസ് സകല ജനപദങ്ങൾക്കും നൽകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും മനോഭാവത്തോട് ഭക്തിയോടുകൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കുകയും പരിശുദ്ധാത്മാവിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ് അനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിന്റെ പ്രായത്തിന്റെ അറിവിൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദീപകുഞ്ഞാടായ മിശിഹായേ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം എന്ന വെളിവസ്തുവായ മിശിഹായേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുർവാസനകളെ നിന്നോട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യം നൽകിയ മിശിഹായേ, പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവായ മാർ ജോസ് മെത്രാനെയും മറ്റു അച്ഛന്മാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായി മിശിഹായുടെ സകല ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന അങ്ങയുടെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരന്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങളെയും ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരനെ നിങ്ങൾക്കായി വിപിനായി തലമുറിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലൈവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വ്യവസ്ഥനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങേ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിര പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജീവനായ അർദ്ധമധ്യനായ ചെയ്യുന്നവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധരെ സമർപ്പമുള്ളട്ടെ. വരുവിൻ നമുക്ക് കർത്താവിനെ വാഴ്ത്താം. മധ്യവിചാരങ്ങൾ വിനയമെന്നാളും അനുതാപത്തിൽ കണ്ണീര പാപങ്ങൾ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർയോസേഫിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേനാമേൻ ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടഞ്ചോട് രക്തസാക്ഷിയുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. നമ്മുടെ രാജാവിനോടുകൂടെ നമ്മുടെ ദൈവത്തോടുകൂടെ ചെറിയവരും വലിയവരും നിന്റെ സ്തുതർക്കമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അദൃശ്യവുമായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സരസ്വചൽക്കു മുമ്പുള്ള ആദിയാതനും യോക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോംശിയായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യം പിതാവിനോട് ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ശരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജയിക്കുന്നവരെയും വിധിക്കുന്നു. അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവിനാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധ സ്ലൈയോ സർവ്വതയും സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാമോദ്രേകമാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികളാൽ ലഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. മലറോട്ടിക്കും പാപങ്ങളുടെ മോചനത്താൽ മാത്രം ലോകം മുഴുവന്റെ എല്ലാ സമരത്തെയും സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമാനികളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിലാകുന്ന ഇവരെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. പുരോഗമനമായ
ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യം, രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവ് ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാമുദ്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറെ ആരാധ്യമായ നാം എല്ലാ ആദരങ്ങളും സ്തുതിയും നാവിടുന്ന സൃഷ്ടിന്ന് പോഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലോ ദൈവങ്ങളുടെ സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസനയായിരങ്ങളും മാലാഹമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രോഗികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രോഗികളുമായ ക്രോമ്യന്മാരുടെ ശ്രാവ്യന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും മിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. മണ്ണും മിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, സ്വർഗീയരുടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സ്വന്തം പ്രതീക്ഷയായുമായ വചനമാൻ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തിനും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനെതിരായി ഉത്തരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ എല്ലാവിധ രോഗങ്ങളെയും പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന എല്ലാ മക്കളെയും ഈശോയ്ക്ക് സമർപ്പിക്കും. ആത്മാവിൻ്റെ ബലഹീനതകളും പാപവും, ശരീരത്തിൻ്റെ രോഗങ്ങളും, മനസ്സിൻ്റെ ആകൃതിയും ഉത്കണ്ഠയും
മാനസികമായ രോഗങ്ങളുമെല്ലാം സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലും ബലഹീനരുമാകിയ ദാസൻ നിന്റെ ദർശനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമാനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവ്വസ്വർണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠപത്രാപണിത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷൻ ജോസഫ് പത്രാപണിത്തായ്ക്ക് വേണ്ടിയും മേലധ്യക്ഷൻ പിതാവുമായ മാർ ജോസഫ് പത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ലോകമ്പാടുള്ള എല്ലാ വൈദികർ സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, മിഷണറിമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, ഡോക്ടർമാർ, നഴ്സുമാർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സ്മരണയിൽ പ്രീതിനുമായി നാം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ആത്മാവിനും ശരീരത്തിനും മനസ്സിനും രോഗഗ്രസ്തരായി കഴിയുന്ന സകല മക്കൾക്കും സൗഖ്യം ലഭിക്കുന്നതിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന്റെയും മാതാവായ ഗരികാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസഭയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവണ്യനോ സമത്വമായ കൃപയാൽ സംജാതമാകണം. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങയുടെ പ്രിയതനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി
പ്രവാചകന്മാർ, സ്ത്രീയന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവഞ്ജയ പണിനടത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയും മാർഗം പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിവരും നിലഗ്രഹങ്ങളെ ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസഭയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥരക്ഷകമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനീയവും ഭയഭക്തനവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെയും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശ്രവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ അവർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചതേറുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മകനീയവും വിസ്മയവും രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷിക്കുന്ന ഓരോരുത്തർ രക്ഷിക്കപ്പെട്ട സമയം സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ അപരാധങ്ങൾ നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തുപോയി. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. ഉത്ഭവം മുതലേ ഞാൻ പാപിയാകുന്നു. സ്വഭാവകൊണ്ടെന്നെ തളിക്കുക. അപ്പോൾ ഞാൻ നിർമ്മലനാകും. കർത്താവെ, അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഗവും പരിശുദ്ധവും ജീവദായവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെയും അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും നീ കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതമാകിയ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വമനോ വിശ്വാസങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്നങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രതാപത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവായ ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. രാജാവായ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. അവനീനമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, കർത്താവായ ദൈവമേ, തിരുവചനങ്ങളാൽ വിശദീകരിക്കപ്പെടുവാനും ദിവ്യരഹസ്യങ്ങളാൽ നവജീവൻ നേടുവാനും പാപികളും ബലരുമായി ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ വിശ്വസ്തരായി ചരിക്കുവാനും അങ്ങ് നൽകിയ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നതിനും ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാപികളെ വിളിക്കുന്നവനും അനുതാപികൾക്ക് വാസത്വം കൊടുക്കുന്നവനുമായി മിശിഹായി നിന്റെ ശരീരക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ പ്രമാണങ്ങളുടെ മാർഗത്തിലൂടെ നടന്ന് നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും നീതിമാന്മാരുടെ സ്വർഗ ജെറുസലേമിൽ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. മിശിഹാനാഥ, പാപികളെ പാണികൾ നീട്ടി വിളിച്ചു നീ അനുതാപാകുല ഹൃദയമോടെ അനുദിനമങ്ങയെ വാഴ്ത്തും.
നിത്യവിരുന്നിൽ ചേർന്നിടുവാൻ നിസ്തുല യോഗ്യത നൽകണമേ. തിരുവചനത്തിൻ പാതകളിൽ ദീപ്തി പരത്തി നയിക്കണമേ. സഭയിൽ ലോകം മുഴുവനിലും സതതം വരനിര ചൊരിയണമേ. രക്ഷകകൃപയും താതൻ തൻ സ്നേഹവും അതുപോൽ റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവിധ രോഗികൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി അതിശയാഴ്ചകളിൽ ഒരുവനെയെങ്കിലും നിർവഹിച്ചതായി ലോകങ്ങളുടെ ആജ്ഞ ഓർക്കണമേ. കരളെ രാജ്ഞിയായി കഴിഞ്ഞ് ദയുള്ള മാതാവേ വിശ്വാസപ്പെട്ട് ഇങ്ങനത്തെ പാത്ത് കാണിക്കുന്നു നെടുവേർപ്പെടുന്ന ഭാവിയായി ഞാൻ